പെണ്ണുങ്ങളെ കൊള്ളൽ എനക്ക് തന്നെ തോന്നുന്നില്ല. അപ്പോഴാ പെണ്ണുങ്ങൾ അകത്തുനിന്ന് കേക്കച്ച പുറത്ത് വെക്കാനുള്ളത് കടുപ്പം കാര്യം. അത് സാരമില്ല തന്നെ, ചെല്ലി ദുരുദ്ദേശമൊന്നുമില്ലല്ല. ഇല്ലല്ല. ചിരിയൊക്കെ നല്ല ചിരിയാണല്ലോ. ഒരു ഫോട്ടോ എടുക്കട്ടെ? ഭയങ്കര ചിരിയാണല്ലോ. ചിരിച്ച Hey, Valapalam, how come I was not informed that the IC is short in supply? With this kind of irresponsible behavior, we are not going anywhere forward. What's wrong with you? You should be more meticulous about things like this. Вежливы. Уступайте места инвалидам, пожилым людям, пассажирам с детьми. Осторожно, двери закрываются. Следующая станция – Чистые пруды. Уважаемые пассажиры, будьте взаимно вежливы. ഹലോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അറിഞ്ഞില്ലേ? ദൈവമേ, ആക്രമിക്കാൻ വന്നെയായിരിക്കോ? Subramaniam, right? Yes, yes. Hi, Hitomi, technical coordinator. You are a Malayali, right? Yes, yes. എനിക്ക് കണ്ടപ്പോഴേ തൊണ്ണി മലയാളിയാണ് നീ. മലയാളം മലയാളം എങ്ങനെ അറിയാം? I'm born and brought up here. But എൻ്റെ പാപ്പ മലയാളിയാണ്. വീണു. വീണു? എങ്ങനെ വീണു? വീണു. VENU. വീണു. വീണു. And my mom is from Japan. International. Funny. ജനിച്ചിട്ടും വളർന്നതും ഈടാണെങ്കിലും എൻ്റെ മനസ്സിൽ ഞാനൊരു മലയാളിയാണ്. പാപ്പ അങ്ങനെ വളർത്തിയാൽ. അത് മലയാളം കേട്ടപ്പോഴേ മനസ്സിലായി. Thank you. മലയാളം പറയാൻ ഒരാളെ കിട്ടാൻ വെയിറ്റ് ചെയ്യുവായിരുന്നു. നാട്ടിൽ പോകാറുണ്ട്? ഇല്ല സുബ്രഹ്മണി, ചാൻസ് കിട്ടില്ല. പാപ്പ മരിച്ചു, ഇനി നാട്ടിൽ ആരുമില്ല. അച്ഛനെന്ത് പറ്റി? പാപ്പ വാസ് an Alzheimer's patient. അപ്പം എങ്ങനെയായിരുന്നു അച്ഛനെ നോക്കിയിരുന്നു? ഒരു ഹോം നഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ പബ്ബിലൊക്കെ പോയി വീട്ടിൽ എത്തുമ്പോഴേക്കും രാത്രിയാക്കുമല്ലോ സുബ്രഹ്മണ്യം. ചുപ്പെന്ന് വിളിച്ചോ? അതാകുമ്പോൾ നാക്കും പഠിക്കേണ്ട, കുറച്ചും കൂടി എളുപ്പമായിരിക്കും. We Malayalis are so funny. എന്തെന്നാ അത്? എന്നാട്ടാ മനുഷ്യന്മാര് കഴിക്കുന്ന ഭക്ഷണം അത്? എനക്ക് ഇന്നലെ തലവേദന ആയിരുന്നു ഏട്ടാ, ഏകാഗ്രത കിട്ടിയില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും. മരുന്ന് കഴിക്കണ്ടേ? ഇനി മുതൽ എൻ്റെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കിക്കോളാം. നീ പാത്രം കഴുകലും അലക്കലും മാത്രം മതി. പിന്നെ നിങ്ങളെ വേലക്കാരിയല്ലേ ഞാൻ. ഒരു ലേഡീസ് അല്ലേ ഞാൻ? എന്റെ ഫേസ് അല്ലേ എനിക്ക് വലുത്?
ഇതൊക്കെ എന്താ വേണ്ടേ? കുറച്ച് സാമ്പാർ. കുറച്ച് സാമ്പാർ എടുക്ക. പ്രസന്നേട്ടാ എന്താ പറഞ്ഞു എനിക്ക്? ഭാസ്കരൻ രാവിലെ 8 പോയി. എങ്ങോട്ട്? ലൂസ് മോഷൻ. ലൂസ് മോഷനെ ശ്രദ്ധിക്കണം പ്രസന്ന. പ്രായമില്ലേ? ഒരു ജലൂസ് കൊടുത്താൽ മതി. ഭക്ഷണത്തിൽ നിന്നായി പുറത്തുനിന്ന് വല്ലതും വാങ്ങിക്കൊടുത്തില്ല. രാത്രിത്തെ ചോറും സാമ്പാറും ഇവിടുന്ന വാങ്ങിക്കൊടുത്തത്. ഇപ്പൊ പോകുന്നത് സാമ്പാർ പോലെ. വേണ്ട വേണ്ട. കണ്ടിനാ എന്താ പിന്നെ സാമ്പാറാന്നോ അവിയിലാന്നോ നോക്കല്ലേ എന്റെ പണി. ആത്തുനിന്ന് വിളിച്ചു പറഞ്ഞു. പ്രസന്നേട്ടനെ ചീത്തയും പറഞ്ഞു. വത്സലയും കൊണ്ടാ. കാർത്താനിച്ചി ഒരു നല്ല വർത്താനം പറഞ്ഞു നിങ്ങൾക്ക്. രാവിലെ വേണ്ടാത്ത വർത്താനം. കക്കൂസിന് പിന്നെ ലുലുവാണെന്നാ പറയേണ്ടത്. അല്ല പിന്നെ ഹോം നേഴ്സ് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വല്ല ചേച്ചിമാരായിരിക്കുന്നു. He was Papa's best friend. ഇത്ര വലുതായിട്ടും പുടാത്തിരങ്ക പോൽ സബ്ജിച്ചു പൊണുമേന് പടയും. പാപ്പ ബേത്തിലായിരുന്നെങ്കിലും കൂടെ ഉള്ളത് ഒരു ധൈര്യമായിരുന്നു. നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നമ്മളെ കുറിച്ചുള്ള പേടിയല്ലേ. പ്രസന്നേട്ടാ, ഞാൻ ഒരു മരണ വീട്ടിലുണ്ട്, അങ്ങോട്ട് വിളിച്ചാൽ മതിയോ? റഷ്യയിലുണ്ട് പറഞ്ഞ വീട്. കാര്യം പറയട്ടാ. മാമന് നല്ല സുഖമില്ല. ആ കാർത്തിയാനി ശരിയല്ലാന്ന് ആര് ശരിക്കും നോക്കുന്നില്ല. അയ്യോ, അന്ന് വേറൊരാൾ ഏർപ്പാടാക്കി പ്രസന്നേട്ടാ. അതൊക്കെ വച്ചു. ആര് വെച്ചാലും ഇതൊക്കെ തന്നെ അവസ്ഥ. വെറുതെ 10,000 രൂപ മാസം കളയുന്നല്ലാതെ. നീ പറ്റുമെങ്കിൽ ഒന്ന് വാ. മാമന ദിവസം മനസ്സിലാണ്. നീ വരുന്നവരും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണം. All well? ഞാൻ തിരിച്ചു പോയായിരുന്നു ആലോചിക്കുക. Look, Kyoto Dynamic is very happy with your performance. And they have some plan for you. So you have to stay here. Think about it. പോണം. അച്ഛൻ തനിച്ചാണ്. ഒരു സപ്പോർട്ട് വേണം. ரொம்ப நல்ல டிசிஷன். குட், வெரி குட். இட்ஸ் அவர் ரெஸ்பான்சிபிலிட்டி டு லுக் ஆஃப்டர் அவர் பேரண்ட்ஸ். ஆனால் வேற யாராவது அது பண்ணலான்னா நீ எதுக்குடா ஒரு கிராமத்தில் ஒரு லைஃப்பை தொலைக்கிற? ഇപ്പൊ ഹോട്ടലിൽ തിരക്കായി പോയി. അത് എയർപോർട്ടിൽ വരാൻ പറ്റുന്നു. അതങ്ങനെയാണല്ലോ. ശരി. എടാ ചുപ്പ, ഇത് കുറേ ഉണ്ടല്ലോ. നിന്നെ കൂടെ ഒറ്റയ്ക്കാവും തോന്നില്ല. ഒരു ഹെൽപ്പ് ആക്കണം. വാ, ഇവനെ കണ്ടു നന്നായി. ഇല്ല കൂലിക്കാർ വിളിക്കേണ്ടി വന്നു. അതെ. നേരെ എൻ്റെ അമ്മേ, ഞാൻ പോകായിരുന്നു. എന്നെ കണ്ടതിൻ്റെ അച്ഛൻ്റെ സ്വഭാവം മാറും. നല്ല സ്വഭാവമാണല്ലോ. എന്നെ കൊണ്ടാവൂല. കിടക്കാനും മുടിയില്ല, ഇരിക്കാനും മുടിയില്ല, നിൽക്കാനും മുടിയില്ല. 4000 ഉറുപ്പ്യക്ക് രോഗിനെ നോക്കാൻ ഗൾഫിന്ന് ഷെയ്ക്കിനെ കൊണ്ടുവരണം. ഇതിനേക്കാളും വലിയ നിന്റെ അച്ഛനല്ലേ അത്? നീയല്ലേ ഞാൻ ഇവിടെ കൊണ്ടാക്കി? വേറെ ആളെ നോക്കണം. ഞാൻ പോവാൻ 2 ആഴ്ചയിൽ ഇത് 4ാമത്തെ ആളാ. കൊണ്ടാ ഡ്രൈവർ, ആ പെട്ടിയോട് എടുത്തോ. നീ എന്താ പെട്ടെന്ന്? അച്ഛനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. അതെ, ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. എന്താ ചായ പോലും കുടിക്കാണ്ട്? മാമനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി.